നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് എന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ ശാക്തിക ചേരികളെയും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞതാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ടിനെ ചോദ്യം ചെയ്യാൻ പോലും കേരളത്തിലെ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ഭയക്കുകയാണ് എന്നുള്ള സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വാർത്താമാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വിശകലനങ്ങൾ പലതവണ വന്നതാണ്. ഷാഫിയും മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപാലിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഒരുമിച്ച് നിന്ന് വി.ഡി. സതീശൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയ വിവരം. എന്നാൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വന്നതോടെ വലിയൊരു പ്രക്ഷുബ്ധാവസ്ഥ, ഒരു അലോസരം രാഹുൽ ഷാഫി കൂട്ടുകെട്ടിൻ്റെ ഇടയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം രാഹുലിനും ഷാഫിക്കും പിന്തുണ നൽകുന്നത് കൂടുതലും കോൺഗ്രസിലെ യുവ വിഭാഗമാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലൊക്കെ ഇരിക്കുന്നവർ. അവരൊക്കെ സൈബർ ഇടങ്ങളിലൂടെ വലിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ആരോപണം ഉണ്ടായപ്പോൾ നൽകിയത്. പലപ്പോഴും വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഈ യുവ കോൺഗ്രസ്സുകാർ സൈബർ ഇടങ്ങളിൽ തിരിയുകയും അദ്ദേഹത്തിനെതിരെ വലിയൊരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അതിനെ തടുക്കാൻ പോലും കെ.പി.സി.സിക്കും പ്രതിപക്ഷ നേതാവിനും ഒന്നും കഴിഞ്ഞില്ല. അത്രയ്ക്ക് വലിയ ആക്രമണമായിരുന്നു ആ സൈബർ ഇടങ്ങൾ, യുവ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ, അല്ലെങ്കിൽ യുവ കോൺഗ്രസ് സൈബർ പോരാളികൾ നടത്തിയത്. ആ ഒരു ആക്രമണം നടത്തിയത് ഷാഫിക്കും മാങ്കൂട്ടത്തിനും വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വി.ഡി. സതീശന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ ആക്രമണമേറ്റ് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവികാസങ്ങളിൽ ഷാഫി മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിൻ്റെ ശക്തി കുറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ പൊതുവെ കോൺഗ്രസിൽ സജീവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ഓഡിയോ ക്ലിപ്പിങ്ങുകൾ ഉണ്ടാകാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഓഡിയോ ക്ലിപ്പിങ്ങുകളും മാധ്യമങ്ങൾ വഴി പുറത്തു വരുമെന്ന ഒരു ഭീതിയും ഒരു വൈഷമ്യവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി പരസ്യമായി അംഗീകരിക്കുന്ന ഒരു നടപടിക്കും നിൽക്കണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുമെന്ന ധാരണയിലാണത്രേ പല സൈബർ സംഘങ്ങളും യുവ നേതാക്കളും രാഹുലിനും ഷാഫിക്കും ഒപ്പം നിന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ ഉടനെങ്കിലും പിൻവലിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം വന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കില്ല. ഒരുപക്ഷെ ഇനിയും അത്തരം ഓഡിയോ ക്ലിപ്പുകൾ വരികയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വിഷമമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന തലത്തിലേക്കുള്ള ഒരു നീക്കം നടത്തിയേക്കാം എന്നുള്ള സൂചനകൾ ശക്തമാകുന്നുണ്ട്. ഇത്തരം സൂചനകൾ പുറത്തു വരുമ്പോഴാണ് ഈ ഷാഫി മാങ്കൂട്ടം കൂട്ടുകെട്ട് അല്പം ഒന്ന് വീക്കായി എന്നുള്ള തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഉണ്ടായത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളൊരു ഘട്ടം വന്നാൽ, അല്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ള ശക്തമായ സൂചന ലഭിച്ചാൽ ഇപ്പോഴുള്ള ഈ ഷാഫി മാങ്കൂട്ടം കൂട്ടുകെട്ട് അവിടെ അവസാനിക്കും. ഇതോടെ പിന്നെ ഷാഫി പറമ്പിൽ തനിച്ചാവും. അങ്ങനെ വരുമ്പോൾ ഷാഫിക്കും മാങ്കൂട്ടത്തിനും എതിരെ നിന്ന വലിയ ഒരു കോൺഗ്രസ് നേതൃത്വത്തിനെയാണ്, സീനിയർ നേതാക്കളടക്കം വി.ഡി. സതീശൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ കൃത്യമായിട്ടും ഈ ഷാഫി പറമ്പിലിനെ കോർണർ ചെയ്ത് ഇല്ലാതാക്കുമെന്നുള്ള ഭയവും അവർക്കുണ്ട്. ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെ പൊളിക്കുക എന്നത് കേരളത്തിലെ സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ ഒരു അജണ്ടയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ. കാരണം അദ്ദേഹമാണ് ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിധേയനായതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും ആരാധകരും ഒക്കെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും രക്ഷകനായി അവതരിച്ച വി.ഡി. സതീശൻ ഇന്ന് അവർക്ക് എതിരാണ്. വി.ഡി. സതീശനെതിരെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തിരിഞ്ഞു കഴിഞ്ഞു. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിനെ പലപ്പോഴും ദുർബലപ്പെടുത്തുന്നു എന്ന് പോലും പല സീനിയർ നേതാക്കളും പറയുന്നുണ്ട്. ഷാഫിയുടെയും രാഹുലിൻ്റെയും ഈ കൂട്ടുകെട്ട് ദുർബലമായതോടെ സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചേരിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. അവർ കൃത്യമായ ചില നീക്കങ്ങൾ രാഹുലിനെതിരെ നടത്തുന്നുണ്ട്. ഇനിയും ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുമെന്നുള്ള സൂചന, മാത്രമല്ല ഇരയായ ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നുള്ള സൂചന, ഇതെല്ലാം പുറത്തു വരുന്നത് ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കൃത്യമായി രാഹുലിനെതിരെ തിരിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ രാഹുലിൻ്റെയും ഷാഫിയുടെയും ആ കൂട്ടുകെട്ട് തകർന്നു കഴിഞ്ഞാൽ കൃത്യമായി സതീശൻ ഇവരുടെ മേൽക്കൈ നേടുമെന്നും, അങ്ങനെ ഇപ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്ന യുവ നേതാക്കളും സൈബർ അണികളുമെല്ലാം പതിയെ ഇവരെ വിട്ടുപോകാൻ തുടങ്ങുമെന്നാണ് സൂചന. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക അത്ര എളുപ്പമല്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു നേതാവിനെ പിന്തുണയ്ക്കുകയും അത്ര എളുപ്പമല്ല.
അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകണമെന്നൊരു സൂചന അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന ആവശ്യം വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ആളുകൾ KPCCയിലും AICCക്ക് മുന്നിലും ഉയർത്തുന്നുണ്ട്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നിരവധി ഇത്തരം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നാൽ ശരിക്കും കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കും. ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരം ക്ലിപ്പുകൾ പുറത്തു വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവിടെ രാഹുൽ ഷാഫി കൂട്ടുകെട്ട് അവിടെ പൊളിയുകയും ഈ സൈബർ അണികളെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും പിന്തുണയ്ക്കിയ സൈബർ അണികളെല്ലാം നെടുകെ പിളരുകയും ചെയ്യും. അത്തരത്തിലൊരു നീക്കം നടത്തേണ്ടതിൻ്റെ ആവശ്യകത വി.ഡി. സതീശൻ്റെ വിഭാഗം ഊന്നി പറയുന്നുമുണ്ട്. ഏതായാലും ഷാഫി രാഹുൽ കൂട്ടുകെട്ടത്തിന് പഴയതുപോലൊരു ശക്തിയില്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഓഡിയോ ക്ലിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് വരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയേക്കാമെന്നാണ് ആ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ നമ്മളോട് പറയുന്നത്.